അസ്സലാമു അലൈക്കും. നമസ്കാരം. ഞാനിപ്പോൾ തന്നെ സൗദി പ്രവാസിയോട് പ്രത്യേകം ഓർമ്മിക്കാട്ടോ. ഒരുപാട് ആൾക്കാർ വിളിച്ചു ചോദിക്കുന്നു ഒരു വർഷത്തെ മൾട്ടിപ്പിൾ ഫാമിലി വിസിറ്റിങ് ഓപ്പൺ ആക്കിയിട്ട്. എനിക്ക് പറയാനുള്ളത് 90 days ഓൺലി. ഇത് എന്തുകൊണ്ടാണ് നിങ്ങൾക്കറിയോ? ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഈജിപ്ഷ്യൻ, സുഡാനൊക്കെ ഉംറയ്ക്ക് വിസിറ്റിങ് വന്നിട്ട് സൗദി ഗവൺമെൻറ്റിൻ്റെ ഇളവുകളൊന്നും പാലിക്കാതെ പുതുക്കാതെയൊക്കെ ഇവിടെ കടന്നിട്ട് 2, 3, 4, 5 വർഷം കൂടെ നിൽക്കുക. പുതുക്കും ചെയ്യില്ല, മൈൻഡ് ചെയ്യാതെ ഫാമിലിയെ കൊണ്ടുവന്ന് ഇവിടെ ബുദ്ധിമുട്ടാക്കി. എന്നിട്ട് ജയിൽ മാർഗം മറ്റു നാട്ടിലേക്ക് പോയ ആളുകളും പോകാതെ നിൽക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് സൗദി ഗവൺമെൻറ് ഒരു നിയന്ത്രണം ഏർപ്പെടുത്തി. കാരണം എല്ലാ സൗകര്യവും തന്നു. വിസിറ്റിങ് ഇവിടെ വന്നതിന് ശേഷം പുതുക്കാൻ, പുറത്ത് പോയി പുതുക്കാൻ, ബഹ്റൈൻ, ജോർദാൻ ഒക്കെ പോയി പുതുക്കാനുള്ള സൗകര്യമുണ്ട്. ഇവിടെ നിന്ന് പുതുക്കാനുണ്ട്, ഓൺലൈനിൽ പുതുക്കാൻ, അതൊക്കെ സൗകര്യം ചെന്നിട്ടും പുതുക്കാതെ ഇവിടെ കടന്ന് മൈൻഡ് ചെയ്യാതെ മിസ്യൂസ് ചെയ്യാം. അതുകൊണ്ട് ഗവൺമെൻറ് എന്ത് ചെയ്യുക, നിയന്ത്രണം ഏർപ്പെടുത്തി. അതാണ് 1 year കിട്ടാത്തത്. ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റി 90 days 1 year ഒന്നും കാണിക്കുന്നില്ല. അത് VFS വിസ എടുത്തില്ലെങ്കിൽ VFS പോകുമ്പോൾ അവിടെ നിന്നാണ് സ്റ്റാമ്പ് ചെയ്യുമ്പോൾ 90 days കാണിക്കുന്നത്. അതുകൊണ്ട് നിയന്ത്രണം ഏർപ്പെടുത്തി. അത് ഇനി 1 year ഓപ്പൺ ആകുമെന്നുള്ളത് പറയാൻ പറ്റില്ല. കുറേ ആളുകൾ വിളിച്ചിട്ട് 1 year ഓപ്പൺ ആകും, അത് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇനിയെങ്കിലും മനസ്സിലാക്കുക, ഇവിടെ വന്നതിന് ശേഷം വിസിറ്റിങ്ങിന് മുമ്പ് വന്നാൽ കറക്റ്റ് സമയത്ത് പുതുക്കുക, പുറത്ത് പോവുക. ഇപ്പോൾ ഇവിടെ നല്ല രീതിയിൽ ഫാമിലി കൊണ്ടുവന്ന് നിർത്തി വിസിറ്റിങ് പുതുക്കുന്ന ആളുകൾക്കുണ്ട്. അവർക്കൊക്കെ ഇവർ തിരിച്ചടിയായത്. അപ്പോൾ ആളുകൾ കിടന്ന് ചോദിക്കുകയാണ്, ഇവിടെ കിടന്നിട്ട് ഇങ്ങനെ വിളിച്ച് ചോദിക്കുക, എന്നാ ഓപ്പൺ ആകുക. അപ്പോൾ ആർക്കും പറയാൻ കഴിയില്ല ഗവൺമെൻറ് എപ്പോഴാണ് ഓപ്പൺ ആകുന്നത്. ഇപ്പോൾ 90 days ഓൺലി. വിസിറ്റിങ്, ടൂറിസ്റ്റ് വിസിറ്റിംഗ് ആണ് ശരി, ബിസിനസ് വിസിറ്റിംഗ് ഒന്നും ഇല്ല, അതൊക്കെ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ഫാമിലി വിസിറ്റിംഗ് 90 days ഓൺലി. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, അത് സംശയം കൊടുക്കാം. അസ്സലാമു അലൈക്കും.